രാജു, വിനോദ്, അതെന്ത് രാജുവാണ്? രാജു, രാജു. He is not your Raju. He is my Anil. Get away from here. വരൂ, പിന്നീട് സംസാരിക്കാം. വരൂ. Who is she? I don't know. അനിൽ കണ്ണട തെരിയുന്നത് കണ്ടപ്പോൾ എനിക്കിത് രാജു ആണെന്ന് തോന്നി. കണ്ണട ഉപയോഗിക്കുന്ന ഒരാൾ അത് നഷ്ടപ്പെട്ടാൽ തിരയില്ലേ? തിരയും. അനിലിന്റെ കണ്ണട നഷ്ടപ്പെട്ടു, അവനെ തിരഞ്ഞു. അതുകൊണ്ട് അവൻ ദീപ്തിയുടെ അനിയനാണെന്ന് അങ്ങനെ നിശ്ചയിച്ചു. ഞാനപ്പോൾ ഇമോഷണൽ ആയിപ്പോയി വിനോദ്. പിന്നീട് ആലോചിച്ച് നോക്കിയപ്പോഴാണ് എനിക്ക് പറ്റിയ അമളി മനസ്സിലായത്. അപ്പോ ഇമോഷൻ നമ്മെ ഭരിക്കാൻ ഒരിക്കലും അനുവദിക്കരുത്, അല്ലേ ദീപ്തി? കുറച്ചിരിക്കാം. ദീപ്തി കിഷോറിനെ വല്ലാതെ വേദനിപ്പിച്ചു കളഞ്ഞു. ഞാൻ കരുതിക്കുട്ടി ചെയ്തതല്ല. കിഷോർ നല്ലവനാണ്. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കിഷോർ ദീപ്തിയെ സ്നേഹിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്നില്ല. എന്റെ ഒരു അപേക്ഷ അറിയിക്കട്ടെ? അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ? പറയൂ. ഞാൻ സ്നേഹിക്കുന്നത് കിഷോറിനെയല്ല, വിനോദിനെയാണ്. ദീപ്തി, ഇമോഷൻ നമ്മെ ഭരിക്കാൻ ഒരിക്കലും അനുവദിക്കരുത് വിനോദ്. വിനോദിന്റെ മനസ്സിൽ മറ്റൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ എന്നോട് പറയൂ. അത് മനസ്സിലാക്കാൻ എനിക്ക് കഴിയും. പക്ഷേ സുഹൃത്തിനോടുള്ള കടപ്പാടിന്റെ പേരിൽ എന്നെ തഴയരുത്. വിനോദ്, കല്യാണം കഴിഞ്ഞാ നീ ഞങ്ങൾ ഇവിടെ അടിച്ചിറക്കുവോ? പോടാ. അല്ല, അവരിവിടെ വന്നാ നമ്മൾ ഒന്നിച്ച് ഈ കട്ടിൽ എങ്ങനെ കിടക്കും ആലോചിക്കുന്നു. ഇവിടുന്ന് ഒരു കാട്ടിലെടുത്ത് അവിടെ ഇടും. നടുക്കൊരു മറ. നിങ്ങൾ അവിടെ കിടക്കും, ഞങ്ങൾ ഇവിടെ. എന്താ ചിരിക്കുന്നത്? അത് തുണീന്റെ മറ ആണെങ്കിലോ ആലോചിച്ചിരിക്കുവോ? നിങ്ങളെ എനിക്ക് അറിയത്തില്ലടാ വെറുതെ. മരം കൊണ്ടുള്ളൊരു തട്ടി ഉണ്ടാക്കും. പ്ലാൻ കൈയിരിക്കട്ടെ. ഒന്ന് എഴുന്നേറ്റ് പോയി കുളിക്കണ കഴിവേറി. നാടായ നാട് മുഴുവൻ തെണ്ടി വേർത്ത് കുളിച്ചു വന്നിട്ട് കട്ടിൽ കയറി കിടക്കുന്നു. ഒന്ന് എഴുന്നേറ്റ് പോടാ. എന്താ എന്ത് പറ്റി? തലവേദന. വെയിൽ കൊണ്ടിട്ടാവും. ഞാൻ പോയി ചൂടായിട്ട് കാപ്പി കൊണ്ടട്ടെ? വേണ്ട. എന്താ കരയുന്നത്? വേദന സഹിക്കുകയില്ല. ഡോക്ടർ വിളിക്കണോ മോനെ? വേണ്ട. നിൽക്കൂ. ഒന്ന് ചോദിച്ചോട്ടെ? എന്തു വേണം? 2 തവണ സംസാരിക്കാൻ ശ്രമിച്ചു. എനിക്ക് അവസരം തന്നില്ല. എനിക്ക് ചിലത് അറിയാനുണ്ട്. എനിക്ക് നിങ്ങളോടൊന്നും സംസാരിക്കാനില്ല. പറയൂ, പറയൂ. നീ രാജു അല്ലേ? നിങ്ങൾക്ക് ഭ്രാന്താണ്. രാജു, നീ എന്ത് രാജു ആണെന്ന് എന്റെ മനസ്സ് മന്ത്രിക്കുന്നു. നിന്നെ ഒരു ഭ്രാന്ത വലയത്തിലാക്കിയിരിക്കുകയാണ്. ആ വലയത്തിൽ നിന്നും വെളിയിൽ വരാനുള്ള മടിയാണ് നിന്നെ കൊണ്ട് ഒളിച്ചുകളി നടത്തിക്കുന്നത്. സത്യം പറയൂ, നീ രാജു അല്ലേ? നീ രാജു അല്ലേ? അനാവശ്യം പറയൂ. നിൽക്കൂ. സത്യം പറ. സത്യം പറയാൻ വരെ നിന്നെ ഞാൻ വിടൂല്ല. നീ രാജു അല്ലേ? നീ എന്റെ രാജു തന്നെയാണ്.
അനു എന്താ? Nothing. Nothing. Nothing at all. വിനോദ്, എഴുന്നേൽക്കണ്ട, കിടന്നോളൂ. വേദന എങ്ങനെയുണ്ട്? കുറവുണ്ട്. കൂട്ടുകാരൊക്കെ എവിടെ പോയി? പുറത്തുപോയി. ഭക്ഷണം വല്ലതും കഴിച്ചോ? കഴിച്ചു. ഞാൻ വരുന്നതുവരെ ഇനി അനിലിനെ കാണാൻ പോകരുത്. ഇല്ല. പ്രോമിസ്? പ്രോമിസ്. മടി നീ എന്ത് ദിവസം ഉപയോഗിച്ചു? നമ്മൾ മൂവരെ അന്യന് കൈയടിച്ച് സത്യം ചെയ്തതല്ലേ ഈ നശിച്ച സാധനം തുടരുത്. നോക്കണ പിന്നു മൂക്കത്തെ പുകയും വലിച്ച് നടു റോട്ടിൽ കിടന്ന് പിച്ചും പേയും പറയായിരുന്നു. അവൻ ഇത് എന്ത് ആരംഭിച്ചു ചോദിക്കണം. അവൻ ചോദിക്കില്ല. എന്റെ ഈ നിലയ്ക്ക് കാരണക്കാരൻ അവനാണ്. ദീപ്തിയെ നീ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നൊരു വാക്ക് പറയാമായിരുന്നില്ലേ? ഞാൻ വഴിമാറി തരുമായിരുന്നല്ലോ. ഇന്ന് കാലത്ത് വരെ നല്ലവൻ ചവഞ്ഞ് നീ എന്നെ ചതിക്കുകയായിരുന്നു. കിഷോർ, ദയവ് ചെയ്ത് എനിക്ക് പറയാനുള്ളത് എനിക്ക് കേൾക്കണ്ട. നീ ആട്ടും തോൽ ധരിച്ച ചെന്നായാണ്, ചതിയനാണ്. പോ ഇവിടുന്ന്. എനിക്കിനി നിന്റെ മോൾ കാണണ്ട. കിഷോർ, ശബ്ദിച്ചു പോരുത്. പോ. Take all your things and get out. അവന് പറയാനുള്ള മുഴുവൻ കേൾക്ക് കിഷോർ. വിനോദ് തിരിച്ചു വിളിച്ചു. ആ ചതിയനെ ഞാൻ ഒരിക്കലും തിരിച്ചു വിളിക്കില്ല. അവനെന്റെ ആരുമല്ല. ഇതുവരെ നമ്മൾ 3 പേരും ഒന്നായിരുന്നു. ഇന്ന് നീ അവനെ ഒറ്റപ്പെടുത്തിയല്ലേ? അവനെ ഇറക്കി വിട്ടു അല്ലേ? ഓ, ഇത് നിന്റെ വീടാണല്ലോ. ഞങ്ങൾ അതിഥികളല്ലേ? ഞാനത് മറന്നുപോയി.
ഇത് എന്റെ ലൈസൻസാണ്. ഇത് ഞാൻ എടുക്കും. വരട്ടെ. ചന്ദ്ര, നിന്നോട് പോകാൻ ഞാൻ പറഞ്ഞിട്ടില്ല. നമ്മൾ 3 പേരുമായി താമസിച്ച ഈ വീട്ടിൽ ഇനി 2 പേരുമായി താമസിക്കുന്നത് എനിക്ക് സഹിക്കാനാവില്ല. എന്താ ഇവിടെ തന്നെ നിൽക്കുന്നു? എങ്ങോട്ട് പോകണമെന്ന് തീരുമാനിച്ചിട്ടില്ല. ഞാനും സ്ഥലത്തേടാണ്. അപ്പൊ ചന്ദ്രൻ? ഞാനും ഇറങ്ങി. എന്നാൽ നമുക്കൊരുമിച്ച് താമസിക്കാൻ ഒരു സ്ഥലം അന്വേഷിക്കാം. ഞാനില്ല. നമ്മൾ 3 ഒരുമ എന്നുണ്ടാകുന്നവർ അന്ന് ഒന്നിച്ച് താമസിക്കാം. അതുവരെ വെവ്വേറെ. അനു, എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. എനിക്കെന്തോ ഭയം പോലെ. മറ്റൊരു സുന്ദരിയായ പെൺകുട്ടി നിന്റെ ജീവിതത്തിലേക്ക് വന്നാൽ എനിക്ക് നിന്നെ നഷ്ടപ്പെടുമോ അനു? അനു, സുജി, ഞാൻ നിന്റെ രൂപത്തെയല്ല സ്നേഹിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ സുജിയെ വിട്ട് ഞാൻ എവിടെ പോകാനാണ്? അത്രമാത്രം നിനക്ക് എന്നെ ഇഷ്ടമാണോ? വാക്കുകൾ കൊണ്ട് അത് ഞാൻ എങ്ങനെയാ പറയേണ്ടെന്നറിയില്ല. വർഷങ്ങൾക്ക് മുൻപ് നിന്നെ ഞാൻ കണ്ടിരുന്നുവെങ്കിൽ അയ്യോ